ഹലോ ഗൈസ്, ഞാൻ ഷീല സിമി റോണി. എൻ്റെ ചാനലിൽ സൂപ്പർ സിമി എന്നാണ്. ഞാനിന്ന് ഇവിടെ നടത്താൻ പോകുന്നത് ടേസ്റ്റുകളുടെ ചാലഞ്ചാണ്. നോക്കൂ, ഇവിടെ എടുത്തിരിക്കുന്നത് ഇവിടെ വെക്കും. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു പാവയ്ക്ക എടുത്തിട്ടുണ്ട്, കയ്പ്പിന്, എരിവിനൊരു കാന്താരി മുളകുണ്ട്, പുളിക്ക് കുടംപുളി, ചവർപ്പിന് ജാതിക്കയുടെ ഒരു പീസ്, പിന്നെ ഇതിൽ ഉപ്പെടുത്തിട്ടുണ്ട്. കാണാമോ? ഉപ്പ്, മധുരം, ശർക്കരപ്പാനി. അപ്പം 6 ടേസ്റ്റ്: മധുരം, ഉപ്പ്, പാവക്ക, കയ്പ്പ്, എരിവ്, പുളി, ചവർപ്പ്. 6 ടേസ്റ്റാണ് ഞാൻ ഇന്ന് ടേസ്റ്റ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ദയവ് ചെയ്ത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഞാൻ ആദ്യം കയ്പ്പെടുക്കാം. ഇതാണ് പാവക്ക. ഓക്കെ, ഞാനത് കഴിക്കാം. ഞാൻ തന്നെ ആയതുകൊണ്ട് ചെറിയ ചെറിയ പീസുകളാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, എനിക്ക് തന്നെ ഒരു ഇത് കാണിക്കണമല്ലോ, അതുകൊണ്ട്. ഓക്കെ, ഇത്തിരി മൂത്തതായതുകൊണ്ട് അത്ര ഭയങ്കര കയ്പില്ല, നല്ല വിളഞ്ഞതാണ്. ഇതെല്ലാം നമുക്ക് ശരീരത്തിന് നല്ലത് തന്നെയാണ്. മൂക്കിനവിടെ വരെ കയ്പിൻ്റെ ആ ഒരു മഴക്കാലം ആയതുകൊണ്ടായിരിക്കും, നല്ല ജലത്തിൻ്റെ അംശമുണ്ട് ഇതിൽ, അതുകൊണ്ടായിരിക്കും അത്ര കയ്പില്ലാത്തത്. ഇനി അടുത്തത് ഞാൻ ചവർപ്പെടുക്കാം. ജാതിക്കയുടെ പകുതി പീസ്. ഓക്കെ, ചവർപ്പിന് ഇതൊക്കെ കുട്ടികൾക്കൊക്കെ വയറുവേദനയൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ നീരൊക്കെ കൊടുത്താൽ പെട്ടെന്ന് നോവ്, അങ്ങനെയുള്ള വയറ് ചുമ്മാ വേദനയായിട്ടൊക്കെ പിള്ളേർ കരയുമല്ലോ, ദഹിക്കാണ്ടോ ഭക്ഷണത്തിൻ്റെ എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ഇത്. അപ്പോൾ ജാതിക്ക പൊടിച്ചതാണെങ്കിലും ഇതിൻ്റെ നീരാണെങ്കിലും കൊടുത്താൽ പിള്ളേർക്ക് വയറിന് വളരെ നല്ലതാണ്. ദഹനക്കേടിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ വയറിൻ്റെ അസ്വസ്ഥതകളൊക്കെ വരുന്നത്.
അത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. പിന്നെ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. ഒരു പുളി ചേർന്ന ചവർപ്പ്. ഇത്തിരി മുറിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടത്. നമ്മൾ അച്ചാർ ഇടാറുണ്ട് കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ് അത്. അച്ചാർ ഇതിൻ്റെ തൊലി എടുത്തിട്ട് നമ്മൾ അച്ചാർ ഇടാറുണ്ട്. ഉണക്കിയും വെക്കും വെയിലത്ത് വെച്ചിട്ടാ. ഉണക്കിയിട്ടും ഇടാം, പച്ചനെയും ഇടാം അച്ചാർ. പിന്നെ ഇതുകൊണ്ട് ഞങ്ങൾ വൈൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ശർക്കര ഇട്ടിട്ട് നമ്മളിത് വെച്ചിട്ട് വൈൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വൈൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് വെച്ചിട്ട്. മുക്കടിക്കണം. കട്ടിയുള്ളതുകൊണ്ട് കഴിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. സാധാരണ എല്ലാവരും പുളിക്ക് നാരങ്ങ എടുക്കാറ്, ചെറുനാരങ്ങ. ഞാനിവിടെ കുടംപുളിയാണ് എടുത്തിരിക്കുന്നത്. നാരങ്ങ ഉണ്ട്, ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചു കുടംപുളി. പല്ല് പിടിക്കും. അത് ഞാൻ ചവക്കണില്ല. പുളി അത് ടഫാണ്. എത്ര നല്ല പുളിയുള്ള പുളിയാണ്. അത് പല്ല് പുളിക്കാണ്. ഞാൻ ആദ്യം ചവക്കണില്ല, ഒന്ന് അടച്ചിട്ട് വിഴുങ്ങുവാണേ. നമ്മൾ പറയുമ്പോൾ എരിവും പുളി എന്നാണ് പറയണത്. ഞാൻ കഴിക്കണത് പുളി കഴിഞ്ഞ എരിവ് കഴിക്കും. പല്ലിലൊക്കെ പിടിച്ചു. അടുത്തത് കാന്താരി മുളകാണ്. അങ്ങനെ ഉണ്ടാവുന്നു. പച്ച ഇതുവരെ അങ്ങനെ കഴിച്ചിട്ടില്ല. നമ്മൾ താളിച്ചിട്ടൊക്കെയുള്ള കഴിക്കും, അങ്ങനെ പച്ചയായിട്ടങ്ങനെ. പിന്നെ ചൊർക്ക വെള്ളത്തിലിട്ട കാന്താരി മുളകൊക്കെ കഴിച്ചിട്ടുണ്ട്, അല്ലാതെ ഇങ്ങനെ പച്ച കഴിച്ചിട്ടില്ല.
കാന്താരിമുളക്. ഞാൻ ഞെട്ടും കഴിച്ചു അതിൻ്റെ, അതായിട്ട് ബാക്കി വെച്ചു. കാന്താരിമുളക് ഏറ്റവും നല്ല ടേസ്റ്റാണ്, പക്ഷേ എരിവ് ജാസ്തി. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പച്ചയിട്ട് മുളക് കഴിക്കണം. അടുത്തത്